കേരള മറിടൈം ബോർഡിന് കീഴിലുള്ള നോൺ മേജർ പോർട്ടുകളിൽ കേരളത്തിന്റെ തെക്കേയറ്റത്തുള്ള ഒരു തുറമുഖമാണ് കോവളം വിഴിഞ്ഞം തുറമുഖം. കോവളം വിഴിഞ്ഞം തുറമുഖം തിരുവനന്തപുരം ജില്ലയുടെ 16 കിലോമീറ്റർ തെക്കായാണ് സ്ഥിതി ചെയ്യുന്നത്. കിഴക്ക് പടിഞ്ഞാറൻ കപ്പൽപാതയിൽ നിന്നും 10 നോട്ടിക്കൽ മൈൽ മാത്രം അകലമാണ് പോർട്ടിനുള്ളത്. ISPS, ICP എന്നീ അംഗീകാരങ്ങളും പോർട്ടിനുണ്ട്. 1992 തുറമുഖം കസ്റ്റംസ് പോർട്ടായി ഡിക്ലെയർ ചെയ്യുന്നത്. ഈ തുറമുഖത്ത് 2 വാർപ്പുകളുണ്ട്. 83 മീറ്റർ നീളമുള്ള സീവേഡ് വാർപ്പും 81 മീറ്റർ നീളമുള്ള ലീവേഡ് വാർപ്പും. ഇവിടുത്തെ ആവറേജ് ഡ്രാഫ്റ്റ് 5 മീറ്ററോളം ഉണ്ട്. 15 കിലോമീറ്റർ ചുറ്റളവിൽ വിമാനത്താവളവും റെയിൽവേ സ്റ്റേഷനും കേവലം 2 കിലോമീറ്റർ പരിധിക്കുള്ളിൽ മികച്ച റോഡ് ശൃംഖലയും ലഭ്യമാണ് എന്നത് ഈ തുറമുഖത്തിന്റെ വാണിജ്യ സാധ്യതകളെയും ചരക്കുനീക്ക ശേഷിയെയും വർദ്ധിപ്പിക്കുന്നു. കസ്റ്റംസ്, ഇമിഗ്രേഷൻ, ISPS എന്നിവയുടെ അംഗീകാരവും കോവളം വിഴിഞ്ഞം പോർട്ടിനുണ്ട്. 2020 ജൂലൈ മുതലാണ് തുറമുഖത്ത് അന്താരാഷ്ട്ര ക്രൂ ചേഞ്ച് ആരംഭിച്ചത്. ഇതുവരെ 700-ലധികം ക്രൂ ചേഞ്ചുകൾ പോർട്ടിൽ നടന്നിട്ടുണ്ട്. ഡ്രാഫ്റ്റ് 6 മീറ്ററിൽ താഴെയുള്ള കപ്പലുകൾക്ക് ലീവേഡ് വാർഫിൽ അന്താരാഷ്ട്ര ബങ്കറിംഗ് സൗകര്യവും ലഭ്യമാണ്. തീരദേശ ചരക്ക് കൈമാറ്റം, ക്രൂ പരിശോധന, ക്രൂ മാറ്റം, ഹസ്ബൻഡറി സേവനങ്ങൾ, ബങ്കറിംഗ് എന്നിവ ഉൾപ്പെടെയുള്ള വിവിധ തീരദേശ പ്രവർത്തനങ്ങൾ തുറമുഖത്ത് നടന്നു വരുന്നുണ്ട്. ഇന്റർനാഷണൽ ഷിപ്പുകളും കൂടാതെ കോസ്റ്റൽ ഷിപ്പുകൾക്കും 24/7 ഈ തുറമുഖത്ത് വന്ന് കാർഗോ ഓപ്പറേഷൻ നടത്താൻ സാധ്യമാണ്. ഈ തുറമുഖത്ത് കാർഗോ ഓപ്പറേഷനായിട്ട് ഒരു ഹൈഡ്രാ ക്രെയിൻ, 60 ടൺ വേ ബ്രിഡ്ജ്, 1400 സ്ക്വയർ മീറ്റർ വിസ്തീർണമുള്ള 2 ട്രാൻസിറ്റ് ഷെഡുകൾ, ടഗ് എന്നിവ ലഭ്യമാണ്. 2009 മുതൽ 2019 വരെ ഏകദേശം 20ഓളം വിദേശ കപ്പലുകൾ ഈ തുറമുഖത്ത് എത്തിയിട്ടുണ്ട്. നമ്മുടെ ഈ പോർട്ടിൽ ബങ്കർ സംവിധാനം കൂടാതെ കപ്പലുകൾക്കുള്ള പ്രൊവിഷൻസ്, ബാക്കി സപ്പോർട്ട് ഈ പോർട്ട് വഴി ചെയ്യാൻ സാധ്യമാണ്. വിഴിഞ്ഞം അദാനി അന്താരാഷ്ട്ര തുറമുഖത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഈ ചെറുകിട തുറമുഖം ഭാവിയിൽ അതിന്റെ ഫീഡർ തുറമുഖമായി മാറാനുള്ള സാധ്യതകളും ഏറെയാണ്. വിഴിഞ്ഞം അദാനി അന്താരാഷ്ട്ര തുറമുഖം പ്രവർത്തന സജ്ജമായതോടുകൂടെ കോവളം വിഴിഞ്ഞം പോർട്ടിന്റെ വികസനങ്ങൾ വളരെയധികമാണ്. വിഴിഞ്ഞം അദാനി തുറമുഖത്തിന്റെ ഒരു ഫീഡർ പോർട്ടായിട്ട് ഈ വിഴിഞ്ഞം കോവളം തുറമുഖത്തിന് പ്രവർത്തിക്കാവുന്നതാണ്. അതിന്റെ ആദ്യഘട്ടം എന്നോളം വിഴിഞ്ഞം കോവളം പോർട്ടിന്റെ ഫെസിലിറ്റീസുകൾ PPP മോഡലിലെ വികസനത്തിനായി ടെൻഡർ നടപടികളുമായി മുന്നോട്ട് പോകാൻ കേരള മറിടൈം ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട്.